ഗർഭിണികൾക്കുള്ള എസൻഷ്യൽ ന്യൂട്രീഷൻ ആക്ഷൻ എന്നതിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. ഗർഭകാലത്ത് ആവശ്യമായ പോഷകങ്ങൾ, ഗർഭകാലത്ത് ആവശ്യമായ പോഷകാഹാര പ്രവർത്തനങ്ങൾ, എസൻഷ്യൽ ന്യൂട്രീഷൻ ആക്ഷൻ എന്നത് ENA എന്നും അറിയപ്പെടുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു സമീപനമാണ് ENA. ഗർഭാവസ്ഥയിൽ ഒരു സ്ത്രീയുടെ ശരീരം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു. കൂടാതെ ഹോർമോൺ വ്യത്യാസങ്ങളും അവരുടെ പോഷകാവശ്യങ്ങളും വർദ്ധിക്കുന്നു. ഈ കാലയളവിൽ പോഷകാഹാരം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് പ്രധാനമാണ്. അമ്മയുടെ വയറിലുള്ള കുഞ്ഞ് പോഷകാഹാരത്തിനായി അമ്മയെ ആശ്രയിക്കുന്നു. ഗർഭധാരണം മുതൽ കുഞ്ഞിന്റെ 2ാം ജന്മദിനം വരെയുള്ള കാലയളവ് ആദ്യത്തെ 1000 ദിവസങ്ങളാണ്. ഇത് പെട്ടെന്നുള്ള വളർച്ചയുടെയും കാലഘട്ടമാണ്. മാനസിക വികസനത്തിന്റെയും കാലഘട്ടമാണ്. കുഞ്ഞിന്റെയും അമ്മയുടെയും ഇപ്പോഴത്തെയും ഭാവിയിലെയും ആരോഗ്യവും ഇത് നിർണ്ണയിക്കുന്നു. അമ്മയ്ക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം ഓക്കാനം, ബലഹീനത എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുന്നു. ഇത് ഗർഭപിണ്ഡത്തിന്റെ തലച്ചോർ വികാസനത്തിന് സഹായിക്കുന്നു. ശിശുക്കളിൽ ജനന വൈകല്യങ്ങളും അമ്മമാരിൽ വിളർച്ചയും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഗർഭകാലത്ത് ആവശ്യമായ പോഷകാഹാര പ്രവർത്തനങ്ങളെക്കുറിച്ചും പോഷകങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഗർഭകാലത്ത് ആവശ്യമായ നിരവധി പോഷകങ്ങളുണ്ട്. പ്രോട്ടീൻ അതിലൊന്നാണ്. പ്രോട്ടീന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിക്കുന്നു. മാംസം, മത്സ്യം, ചിക്കൻ, മുട്ട എന്നിവ പ്രോട്ടീന്റെ മികച്ച ഉറവിടങ്ങളാണ്. പയർവർഗ്ഗങ്ങൾ, ബീൻസ്, പരിപ്പ്, വിത്തുകൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് മറ്റു നല്ല ഉറവിടങ്ങൾ. ആവശ്യമായ ഫാറ്റി ആസിഡുകളും ഗർഭകാലത്ത് അത്യന്താപേക്ഷിതമാണ്. ഇവയെ നല്ല കൊഴുപ്പ് എന്നും വിളിക്കുന്നു. ഉദാഹരണത്തിന് DHA, EPA. മത്സ്യം, പരിപ്പ്, വിത്തുകൾ എന്നിവ ഈ ഫാറ്റി ആസിഡുകളുടെ നല്ല ഉറവിടങ്ങളാണ്. ഗർഭകാലത്ത് ആവശ്യമായ മറ്റു പോഷകങ്ങളിലേക്ക് പോകാം. DNA സംയോജനത്തിനും ഗർഭപിണ്ഡത്തിന്റെ കോശവികസനത്തിനും ഫോളേറ്റ് ആവശ്യമാണ്. ശിശുക്കളിലെ ന്യൂറൽ ട്യൂബ് വൈകല്യങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ഗർഭകാലത്ത് ദൈനംദിന ഭക്ഷണത്തിൽ ഫോളേറ്റ് ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. മുളകൾ, പച്ച ഇലക്കറികൾ, ചിക്കൻ കരൾ എന്നിവ ഫോളേറ്റിന്റെ നല്ല ഉറവിടങ്ങളാണ്. ഗർഭകാലത്ത് ഫോളേറ്റിനോടൊപ്പം അയേണും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് അയൺ ആവശ്യമാണ്. ശരീരത്തിലുടനീളം ഓക്സിജൻ കൊണ്ടുപോകാൻ ഇത് സഹായിക്കുന്നു. ഗർഭാവസ്ഥയിൽ രക്തത്തിന്റെ അളവ് വർദ്ധിക്കുന്നു. അതിനാൽ സ്ത്രീകൾക്ക് വലിയ അളവിൽ അയൺ ആവശ്യമാണ്. വളരുന്ന ഗർഭപിണ്ഡത്തിന്റെ ആവശ്യകതകൾ നിറവേറ്റാൻ ഇത് സഹായിക്കുന്നു. ഗർഭപിണ്ഡത്തിൽ അയൺ എന്ന ശേഖരം സൃഷ്ടിക്കപ്പെടുന്നു. അത് ജനനശേഷം അവർക്കുപയോഗിക്കാം. അയണിന്റെ കുറവ് അനീമിയയ്ക്ക് കാരണമാകാം. അനീമിയ തടയാൻ ഭക്ഷണത്തിൽ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. കോഴിയുടെയോ ആടിന്റെയോ കരൾ, മസ്തിഷ്കം, ഹൃദയം എന്നിവ അയണിന്റെ നല്ല ഉറവിടങ്ങളാണ്. കടൽ മത്സ്യങ്ങൾ, മുട്ട, ആശാളി വിത്തുകൾ എന്നിവ മറ്റുദാഹരണങ്ങളാണ്. ബീൻസിലും അയൺ അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികൾ, ധാന്യങ്ങളും മഞ്ഞൾപ്പൊടി, മല്ലിയില എന്നിവയിലും അയണുണ്ട്. പരാന്നഭോജികൾ മൂലവും അനീമിയ ഉണ്ടാകാം. വിര അണുബാധ. ഇത് തടയാൻ ഗർഭിണികൾ വിരമരുന്ന് കഴിക്കണം. 3ാമത്തെ മാസത്തിൽ 1 ഡോസ് വിരമരുന്ന് നിർദ്ദേശിക്കപ്പെടുന്നു.
ചായയും കാപ്പിയും ഭക്ഷണത്തോടൊപ്പം കഴിക്കരുതെന്ന് ഓർമ്മിക്കുക. ഇത് അയൺ ആഗിരണത്തെ തടസ്സപ്പെടുത്തും. കൗതുകകരമെന്ന് പറയട്ടെ, വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ അയൺ ആഗിരണം ചെയ്യുന്നത് മെച്ചപ്പെടുത്തുന്നു. അതിനായി അയൺ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയ മറ്റു ഭക്ഷണങ്ങൾ നെല്ലിക്ക, തക്കാളി, പേരയ്ക്ക എന്നിവ വൈറ്റമിൻ സിയുടെ സമ്പന്നമായ ഉറവിടങ്ങളാണ്. ഗർഭകാലത്ത് അയൺ, ഫോളേറ്റ് എന്നിവയുടെ ആവശ്യകത വർദ്ധിക്കുന്നു. ഭക്ഷണക്രമം മാത്രം ഈ ആവശ്യകതകൾ നിറവേറ്റുന്നില്ല. അതിനാൽ അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ശുപാർശ ചെയ്യുന്നു. എന്നിരുന്നാലും പ്രസവത്തിനു മുമ്പുള്ള സപ്ലിമെന്റ് ആരോഗ്യകരമായ ഭക്ഷണക്രമത്തെ മാറ്റിസ്ഥാപിക്കുന്നില്ല. ഗർഭധാരണത്തിന് മുമ്പും ഗർഭകാലത്തും ഒരു ഗർഭധാരണ സപ്ലിമെന്റ് എടുക്കുന്നു. ഗർഭിണികൾ ആരോഗ്യപ്രവർത്തകരിൽ നിന്ന് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ ആവശ്യപ്പെടണം. അംഗൻവാടി കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ഗുളികകൾ നൽകുന്നത്. ഗുളിക ഒരു ദിവസത്തിൽ ഒരിക്കൽ കഴിക്കണം. ഗർഭിണികൾ അയൺ ഫോളിക് ആസിഡ് ഗുളിക കഴിക്കുമ്പോൾ മുൻകരുതലുകൾ എടുക്കണം. ഓക്കാനം, അസ്വസ്ഥത എന്നിവ ഒഴിവാക്കാൻ ഭക്ഷണത്തിന് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുളികകൾ കഴിക്കണം. ചില സമയങ്ങളിൽ ഈ ഗുളികകൾ കഴിച്ചതിനു ശേഷം അവർക്ക് കറുത്ത മലം പോകാം. അയഞ്ഞ ചലനമോ മലബന്ധമോ ഉണ്ടാകാം. എന്നിരുന്നാലും ഈ ലക്ഷണങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാറും. കൂടാതെ അയൺ ഫോളിക് ആസിഡ് ഗുളിക കാൽഷ്യം ഗുളികകൾക്കൊപ്പം കഴിക്കാൻ പാടില്ല. അവ രാവിലെയും വൈകുന്നേരവും ഡോസുകളായി എടുക്കണം. ഗർഭകാലത്ത് ആവശ്യമായ മറ്റൊരു പ്രധാന പോഷകമാണ് കാൽഷ്യം. ഗർഭിണികളിലെ കാൽഷ്യം കുറവ് ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നു. ഇത് കൈകാലുകളുടെ വീക്കത്തിലേക്ക് നയിക്കുന്നു. ഈ കുറവ് ഒഴിവാക്കാൻ അവളുടെ ദൈനംദിന ഭക്ഷണത്തിൽ പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തണം. ധാന്യങ്ങൾ, പരിപ്പ്, ഇലക്കറികൾ, ഉണക്കമീൻ എന്നിവയിലും കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഗർഭകാലത്തും അതിനുശേഷവും കാൽഷ്യം സപ്ലിമെന്റുകൾ നിർദ്ദേശിക്കപ്പെടുന്നു. ICDS കേന്ദ്രങ്ങളിൽ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കാൽഷ്യം ഗുളികകൾ നൽകുന്നു. ICDS എന്നത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ആണ്. ഗർഭാവസ്ഥയുടെ 14 ആഴ്ച മുതൽ പ്രസവം കഴിഞ്ഞ് 6 മാസം വരെ ഈ ഗുളികകൾ നൽകുന്നു. ദിവസത്തിൽ 2 തവണ ഗുളിക കഴിക്കണം. കാൽഷ്യം അധികമായാൽ അയൺ ആഗിരണത്തെ തടയുന്നു. അതിനാൽ 2 കാൽഷ്യം ഗുളികകൾ ഒരുമിച്ച് കഴിക്കരുത്. പ്രഭാത ഭക്ഷണത്തിനോ ഉച്ചഭക്ഷണത്തിനോ ശേഷം ഒരു ഗുളിക കഴിക്കണം. മറ്റൊരു ഗുളിക വൈകുന്നേരത്തെ ലഘുഭക്ഷണത്തിനോ അത്താഴത്തിനോ ശേഷം കഴിക്കാം. വെറും വയറ്റിൽ കാൽഷ്യം ഗുളിക കഴിക്കരുത്, കാരണം ഇത് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കും. ഗ്യാസ്ട്രൈറ്റിസ് ആമാശയത്തിലെ ആവരണത്തിന്റെ വീക്കമാണ്. ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു പോഷകമാണ് അയഡിൻ. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നല്ല ആരോഗ്യത്തിന് അയോഡിൻ ആവശ്യമാണ്. അയഡിൻ ശരീരത്തിൽ നന്നായി സംഭരിക്കാൻ കഴിയില്ല. അതിനാൽ ദിവസേന ചെറിയ അളവിൽ അയഡിൻ ആവശ്യമാണ്. മത്സ്യം, കൊഞ്ച്, പാൽ, ചീസ്, അയോഡൈസ്ഡ് ഉപ്പ് എന്നിവ അയോഡിന്റെ നല്ല ഉറവിടങ്ങളാണ്. അയോഡിന്റെ കുറവ് തടയാൻ അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കണം. അയോഡൈസ്ഡ് ഉപ്പ് പ്രാദേശിക വിപണിയിൽ സുലഭമാണ്. അയോഡൈസ്ഡ് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കണം. പാചകത്തിന്റെ അവസാനം ഇത് ചേർക്കണം. അയോഡൈസ്ഡ് ഉപ്പ് ചൂടിനോടും പ്രകാശത്തോടും സംവേദനക്ഷമതയുള്ളതാണ്. ചൂടും വെളിച്ചവും അധികമായി എക്സ്പോഷർ ചെയ്യുന്നത് ഉപ്പിലെ അയോഡിൻ നശിപ്പിക്കും. അതിനാൽ സീൽ ചെയ്ത് അടച്ച ഇരുണ്ട പാത്രത്തിൽ സൂക്ഷിക്കുക. ഗർഭാവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്ന മറ്റു പോഷകങ്ങൾ കോലൈൻ,
സിങ്ക് എന്നിവയാണ്. വൈറ്റമിൻ B12, മഗ്നീഷ്യം എന്നിവയും പ്രധാനമാണ്. കോലൈൻ, ഫോളേറ്റ് ആൻഡ് വൈറ്റമിൻ B12 എന്നിവ ഒരുമിച്ച് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് കുറയ്ക്കുന്നു. തലച്ചോറിനെയും സൂക്ഷ്മനാഡിയെയും ബാധിക്കുന്ന ജനന വൈകല്യങ്ങളാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. മസ്തിഷ്ക വളർച്ചയ്ക്കും കൊളൈൻ അത്യാവശ്യമാണ്. അതേസമയം സിങ്ക് ഗർഭപിണ്ഡത്തിന്റെ വികാസനത്തിന് സഹായിക്കുന്നു. ഈ പോഷകങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മറ്റു ട്യൂട്ടോറിയലുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പോഷകങ്ങളുടെ അതാത് ട്യൂട്ടോറിയലുകൾ കാണുക. ഉദാഹരണത്തിന് പ്രോട്ടീന്റെ പ്രാധാന്യം, കൊളൈന്റെ പ്രാധാന്യം, പിന്നെ ഫോളേറ്റ്, കൂടാതെ കാൽഷ്യം, പിന്നെ B12 എന്നിവയുടെ പ്രാധാന്യവും കാണുക. ആരോഗ്യകരമായ ഭക്ഷണക്രമം അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അമ്മയുടെ ഭക്ഷണത്തിൽ വ്യത്യസ്ത ഭക്ഷണ ഗ്രൂപ്പുകൾ ഉൾപ്പെടുത്തണം. ധാന്യങ്ങൾ, വേരുകൾ, വെളുത്ത കിഴങ്ങുകൾ, വാഴകൾ എന്നിവയാണ് ആദ്യത്തെ ഭക്ഷണ ഗ്രൂപ്പ്. പയർവർഗ്ഗങ്ങൾ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. കായ്കളും ധാന്യങ്ങളും മൂന്നാമത്തെ ഗ്രൂപ്പാണ്. നാലാമത്തെ ഗ്രൂപ്പ് പാലുൽപ്പന്നങ്ങളാണ്. മാംസം, കോഴി, മത്സ്യം എന്നിവയാണ് അഞ്ചാമത്തെ ഗ്രൂപ്പ്. ആറാമത്തെ ഗ്രൂപ്പ് മുട്ടയാണ്. ഇരുണ്ട പച്ച ഇലക്കറികൾ ഏഴാമത്തെ ഗ്രൂപ്പാണ്. എട്ടാമത്തെ ഗ്രൂപ്പ് വൈറ്റമിൻ A സമ്പുഷ്ടമായ പച്ചക്കറികളാണ്. ബാക്കിയുള്ള പച്ചക്കറികളും പഴങ്ങളും ഒമ്പതാമത്തെയും പത്താമത്തെയും ഗ്രൂപ്പുകളാണ്. അവളുടെ ദൈനംദിന ഭക്ഷണത്തിൽ കുറഞ്ഞത് 6 ഭക്ഷണ ഗ്രൂപ്പുകളെങ്കിലും ഉൾപ്പെടുത്തണം. ഈ ഗ്രൂപ്പുകളിൽ നിന്ന് അവൾ പ്രോട്ടീൻ സമ്പന്നമായ ഭക്ഷണ ഗ്രൂപ്പുകളും നല്ല കൊഴുപ്പുകളും ഉൾപ്പെടുത്തണം. അന്നജം അടങ്ങിയ ഭക്ഷണത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ ഗർഭിണികൾ ശ്രദ്ധിക്കണം. പോഷകങ്ങൾക്കൊപ്പം വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ്. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്യുന്നു. സംസ്കരിച്ച പഞ്ചസാരയും ഉപ്പിട്ട ഭക്ഷണങ്ങളും കഫീൻ അടങ്ങിയ പാനീയങ്ങളും ഒഴിവാക്കണം. മദ്യവും പുകവലിയും പോലും കർശനമായി ഒഴിവാക്കണം. ഈ ട്യൂട്ടോറിയലിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോഷകാഹാര പ്രവർത്തനങ്ങളും ഓർക്കുക. ആരോഗ്യകരമായ ഗർഭധാരണത്തിനും ആരോഗ്യകരമായ ഗർഭപിണ്ഡത്തിന്റെ വികാസനത്തിനും അവ പ്രധാനമാണ്. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.